ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് പ്രേക്ഷകർ കണ്ടതുപോലെ തന്നെ വയനാട് തന്നെയാണ്. വയനാട്ടിലെ ദുരന്തബാധിതർക്ക് കൈത്താങ്ങായി കേരള ബാങ്കിന്റെ ഒരു തീരുമാനം ഇന്ന് വന്നിരുന്നു. ആ റിപ്പോർട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം. എന്തായാലും ഒരു പോസിറ്റീവ് റിപ്പോർട്ടാണ്. മരിച്ചവരുടെയും ഈടുവച്ച വസ്തുക്കൾ നഷ്ടമായവരുടെയും വായ്പകൾ കേരള ബാങ്ക് എഴുതി തള്ളും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. വീട് നഷ്ടമായവരുടെ താൽക്കാലിക പുനരധിവാസം ഉടൻ പൂർത്തിയാക്കുമെന്ന് മന്ത്രി കെ രാജൻ വ്യക്തമാക്കി. ദുരന്തത്തിൽ രേഖകൾ നഷ്ടമായവർക്കുള്ള വീണ്ടെടുക്കൽ ക്യാമ്പ് തുടങ്ങി. ചൂരൽമല ശാഖയിലെ വായ്പകൾ എഴുതിത്തള്ളാനാണ് കേരള ബാങ്ക് ഭരണസമിതി യോഗം തീരുമാനിച്ചത്. ഉരുൾപൊട്ടലിൽ മരിച്ചവരുടെയും ഈട് നൽകിയ വീടുൾപ്പെടെ നഷ്ടപ്പെട്ടവരുടെയും മുഴുവൻ വായ്പകളും എഴുതിത്തള്ളും. ക്യാമ്പിൽ കഴിയുന്നവരുടെ താൽക്കാലിക പുനരധിവാസത്തിനായി 253 വാടക വീടുകൾ കണ്ടെത്തിയിട്ടുണ്ട്. 100ഓളം കെട്ടിട ഉടമകൾ സന്നദ്ധതയും അറിയിച്ചിട്ടുണ്ട്. ക്യാമ്പുകളിലും ആശുപത്രികളിലും കഴിയുന്നവരുടെ അഭിപ്രായങ്ങൾ പരിഗണിച്ചായിരിക്കും താൽക്കാലിക പുനരധിവാസം. ദുരിതബാധിതരുടെ താൽക്കാലിക പുനരധിവാസം ഉടൻ പൂർത്തിയാക്കുമെന്ന് മന്ത്രി കെ രാജൻ. വീടുകളുടെ വാടക സർക്കാർ നൽകുമെന്നും മന്ത്രി. ഏറ്റവും പെട്ടെന്ന് ആ നടപടിക്രമങ്ങൾ പൂർത്തിയാകും. ആഗസ്റ്റ് മാസത്തിൽ തന്നെ സമ്പൂർണ്ണമായി താൽക്കാലിക പുനരധിവാസം പൂർത്തീകരിക്കാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായ നടപടികളിലേക്ക് കടക്കണം എന്നാണ് നമ്മൾ പ്രധാനമായും കരുതുന്നത്. അവിടെ താൽക്കാലികമായി താമസിക്കുന്ന എഫക്റ്റഡായ ആളുകൾക്ക് വേണ്ട വാടക കൊടുക്കാനുള്ള സംവിധാനം സർക്കാർ ഉണ്ടാക്കും. തിരച്ചിലിൽ കണ്ടെത്തിയ 53 മൃതദേഹങ്ങൾ തിരിച്ചറിയാനുണ്ട്. DNA പരിശോധന നടത്താൻ ബന്ധുക്കളുടെ രക്തസാമ്പിളുകൾ ശേഖരിച്ചു. ഉരുൾപൊട്ടലിൽ രേഖകൾ നഷ്ടമായ 878 പേർക്ക് 1162 രേഖകൾ വിതരണം ചെയ്തു. പങ്കെടുക്കാൻ കഴിയാത്തവർക്കായി തുടർന്നും ക്യാമ്പുകൾ നടത്തും. 24 വയനാട്. എന്തായാലും ആ നാട്ടിലെ ജനങ്ങളെ ചേർത്ത് പിടിക്കേണ്ടതുണ്ട് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നപ്പോൾ അതിൽ സർക്കാർ വരുന്നു, കേരള ബാങ്ക് വരുന്നു, അങ്ങനെ എല്ലാവരും ഒന്നു ചേർന്ന് ആ നാട്ടുകാരെ അല്ലെങ്കിൽ എല്ലാം നഷ്ടപ്പെട്ട ഒരു വലിയ ജനതയെ മുന്നോട്ട് കൊണ്ടു നയിക്കണം. അതിനായുള്ള ശ്രമങ്ങൾ ഇനിയും തുടരേണ്ടതുണ്ട്. വയനാട് മുണ്ടക്കായി ഉരുൾപൊട്ടൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട് കൂടുതൽ നേതാക്കൾ രംഗത്ത്. ഇക്കാര്യത്തിൽ രാഷ്ട്രീയം കലർത്താൻ ശ്രമിക്കുന്നവർക്ക് തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന് KC വേണുഗോപാൽ MP പറഞ്ഞു. സഹായം എത്തിക്കാൻ നടപടിയെടുക്കണമെന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടെന്ന് ജോസ് കെ മാണി MPയും പ്രതികരിച്ചു. 400-ലധികം പേരുടെ ജീവനെടുത്ത ഉരുൾപൊട്ടലിനെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം ആവശ്യപ്പെടുമ്പോൾ ദേശീയ ദുരന്തം എന്നൊന്നില്ലെന്നാണ് BJPയുടെ നിലപാട്. ഇക്കാര്യത്തിൽ UPA സർക്കാരിന്റെ നിലപാടും അവർ ചൂണ്ടിക്കാണിക്കുന്നു. വ്യാപ്തിയും തീവ്രതയും അനുസരിച്ചായിരിക്കും ദുരന്ത സമയങ്ങളിൽ കേന്ദ്ര സഹായമെന്നാണ് ചട്ടമെന്നും BJPയുടെ വിശദീകരണം. എന്നാൽ വയനാട് ദുരന്തത്തിൽ രാഷ്ട്രീയം പാടില്ലെന്നും സമ്പൂർണ്ണ പാക്കേജ് നൽകണമെന്നും AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ആവശ്യപ്പെട്ടു. കേന്ദ്ര ഗവൺമെൻറ്റായാലും സംസ്ഥാന ഗവൺമെൻറ്റായാലും രാഷ്ട്രീയം കലർത്താതെ എല്ലാവരും യോജിച്ചുകൊണ്ട് ഈ കാര്യത്തിൽ റീഹാബിലിറ്റേഷൻ പ്രവർത്തനങ്ങൾ നടത്തി പൂർത്തിയാക്കണം. സഹായമെത്തിക്കാൻ കേന്ദ്രം നടപടിയെടുക്കണമെന്ന് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയവുമായി നടത്തിയ ചർച്ചയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് രാജ്യസഭാ MP ജോസ് കെ മാണി. ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര വനംവകുപ്പ് മന്ത്രിയെ കണ്ടിരുന്നു. കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളും നടത്തി. ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ സാങ്കേതിക തടസ്സമുണ്ടെങ്കിൽ നിയമം ഭേദഗതി ചെയ്യണമെന്നായിരുന്നു K മുരളീധരന്റെ പ്രതികരണം. 24 തിരുവനന്തപുരം. വയനാട് ഉരുൾപൊട്ടലിൽ കാണാതായവർക്കായി ഇന്ന് നടത്തിയ തിരച്ചിലിൽ ഒരു മൃതദേഹവും 2 ശരീരഭാഗങ്ങളും കണ്ടെത്തി. ചാലിയാർ പുഴയിലും കാന്തൻപാറയ്ക്ക് സമീപത്തുമാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. നാളെ ചാലിയാർ കേന്ദ്രീകരിച്ച് കൂടുതൽ പരിശോധനയുണ്ടാകും. സർക്കാർ നിയോഗിച്ച വിദഗ്ധ സംഘം നാളെ ഉരുൾപൊട്ടൽ മേഖലകൾ സന്ദർശിക്കുന്നുമുണ്ട്. NDRF, വനംവകുപ്പ്, പോലീസ്, തണ്ടർബോൾട്ട്, ഫയർഫോഴ്സ് തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ നടത്തിയ തെരച്ചിലിൽ ചാലിയാറിൽ നിന്ന് ഒരു മൃതദേഹവും 1 ശരീരഭാഗവും വയനാട്ടിലെ കാന്തൻപാറയ്ക്ക് സമീപത്തെ ആനടിക്കാപ്പിൽ നിന്ന് 2 ശരീരഭാഗങ്ങളുമാണ് കണ്ടെത്തിയത്. മുണ്ടേരി ഫാം മുതൽ പരപ്പൻപാറ വരെയുള്ള 5 കിലോമീറ്റർ മേഖലയിലും ചാലിയാറിലുമാണ് പ്രധാനമായും തിരച്ചിൽ കേന്ദ്രീകരിക്കുന്നത്. സംശയമുള്ള ഇടങ്ങൾ കേന്ദ്രീകരിച്ച് മാത്രമായിരിക്കും ഇനിയുള്ള തിരച്ചിൽ. എല്ലാ മേഖലയും ഒരു പ്രാവശ്യം കംപ്ലീറ്റ്ലി തിരച്ചിൽ കഴിഞ്ഞു, ഫുള്ളായിട്ട് തിരച്ചിൽ കഴിഞ്ഞു. ഇനി അവിടെ ഒരു റൗണ്ട് കഴിഞ്ഞു. പക്ഷെ എന്നിരുന്നാലും ഈ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്നതുകൊണ്ടും വെള്ളം ഇറങ്ങുന്നത് കൊണ്ടും വീണ്ടും വീണ്ടും പൊങ്ങി വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ സ്ഥലങ്ങൾക്ക് വീണ്ടും നോക്കുകയാണ്. വീണ്ടും നോക്കുമ്പോൾ തന്നെ വീണ്ടും ബോഡി നോക്കുന്നുണ്ട്. ഈ എൻറ്റയർ ഏരിയ വീണ്ടും സ്കാൻ ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് കണ്ടിന്യൂ തീരുമാനിച്ചെങ്കിൽ എപ്പോൾ സ്റ്റോപ്പ് ചെയ്യുന്നത് പറഞ്ഞു. ഉരുൾപൊട്ടലിൽ കണ്ടെത്തിയ 53 മൃതദേഹങ്ങളാണ് തിരിച്ചറിയാൻ ബാക്കിയുള്ളത്. DNA പരിശോധന നടത്താൻ ബന്ധുക്കളുടെ രക്തസാമ്പിൾ പരിശോധിക്കുന്നുണ്ട്. ചാലിയാറിലടക്കം നാളെ 7 സെക്ടറുകളായി തിരിഞ്ഞാകും പരിശോധന. ജിയോളജിസ്റ്റ് ജോൺ മത്തായി നയിക്കുന്ന 5-അംഗ വിദഗ്ധ സംഘം നാളെ ഉരുൾപൊട്ടൽ മേഖലകളിൽ പരിശോധന നടത്തും.
24 വയനാട്. യെസ്, അപ്പോൾ നമ്മുടെ ഒരുപാട് പ്രേക്ഷകർ എന്നും ചോദിക്കാറുണ്ട് ഷിരൂരിലെ കാര്യം എന്തായി, അർജുൻ്റെ കാര്യം എന്തായി എന്നൊക്കെ എല്ലാ ദിവസവും നമ്മുടെ പ്രേക്ഷകർ ചോദിക്കുന്നതാണ്. അല്ലെങ്കിൽ ഈ വയനാട് ദുരന്തം വരുന്നതിന് മുൻപ് നമ്മൾ ഒരുപാട് നാൾ ആ വാർത്തയ്ക്ക് പിന്നാലെയായിരുന്നു, ആ സംഭവത്തിൽ തന്നെയായിരുന്നു. ഇപ്പോൾ ഒരു പുതിയ അപ്ഡേറ്റ് ആ വിഷയത്തിൽ ഉണ്ടാവുന്നുണ്ട്. ആ വാർത്തയിലേക്കാണ് ഇനി. കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ ലോറി ഡ്രൈവർ അർജുനെ കണ്ടെത്താനുള്ള ദൗത്യം വീണ്ടും തുടങ്ങുകയാണ്. നാവികസേനയുടെ നേതൃത്വത്തിൽ ഗംഗാവലി പുഴയിൽ നാളെ തിരച്ചിൽ തുടങ്ങും. ഇന്ന് വൈകുന്നേരം കാർവറിൽ ചേർന്ന നിർണായക യോഗത്തിലാണ് തീരുമാനം. അരുൺ പൂപ്പറമ്പ ബംഗളൂരുവിൽ നൽകും കൂടുതൽ വിവരങ്ങൾ. അരുൺ, അപ്പോൾ നേരത്തെ കാര്യമായി തന്നെ യോഗം ചേർന്നാണ് ഇപ്പോൾ ഈ തീരുമാനങ്ങൾ എടുത്തിരിക്കുന്നത്. നാളെ അത് ഏത് രീതിയിലാണ് ഈ തെരച്ചിൽ പുനരാരംഭിക്കാൻ പോകുന്നത്? ദൗത്യത്തിന്റെ രീതി എന്താണ്? അത്തരം കാര്യങ്ങൾ എന്തെങ്കിലും ലഭ്യമായിട്ടുണ്ടോ? ആരാണ് ഈ തെരച്ചിൽ നേതൃത്വം നൽകുക? അത്തരം വിശദാംശങ്ങൾ എന്തെങ്കിലും ഈ യോഗശേഷം പുറത്തു വന്നിട്ടുണ്ടോ? പ്രജിൻ, എന്തായാലും നാവികസേന തന്നെയാണ് ഈ ദൗത്യത്തിന് നാളെ നേതൃത്വം നൽകുക. ഇന്ന് വൈകിട്ട് നാവികസേനയുടെ സംഘം ഗംഗാവലി പുഴയിൽ അവർ ഈ പുഴയുടെ അടിയൊഴുക്ക് പരിശോധിച്ചിരുന്നു. അതിനുശേഷമാണ് കാർവാറിൽ നിർണായകമായിട്ടുള്ള ഉന്നതതല യോഗം നടന്നത്. ആ യോഗത്തിൽ നാവികസേനയുടെ ഉദ്യോഗസ്ഥർ പങ്കെടുത്തിരുന്നു. നിലവിൽ ഗംഗാവലി പുഴയിലെ അടിയൊഴുക്ക് 3 നോട്ട്സിൽ താഴെയാണ് എന്നതാണ് നേവി അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ തിരച്ചിൽ പുനരാരംഭിക്കാൻ അനുകൂലമായിട്ടുള്ള സാഹചര്യം നിലവിലുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ ആദ്യഘട്ടത്തിൽ പുഴയിൽ ഇറങ്ങിയുള്ള തെരച്ചിലിലേക്കായിരിക്കില്ല നേവി കടക്കുക. ആദ്യഘട്ടത്തിൽ ഈ ലോറിയുടെ നിലവിൽ ഈ സ്ഥാനം പോയിന്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഈ ഡ്രോൺ റഡാർ പരിശോധനയിൽ നമുക്ക് നേരത്തെ 4 സ്പോട്ടുകൾ ലഭിച്ചിരുന്നു. അതിൽ 4ാമത്തെ സ്പോട്ടിലാണ് കൂടുതൽ ഇതിന്റെ ഒരു കണ്ടന്റ് അല്ലെങ്കിൽ ലോറിയുടെ സാന്നിധ്യം കൂടുതലായി ഉണ്ട് എന്ന് സംശയിക്കുന്നത്. അത് കേന്ദ്രീകരിച്ചുകൊണ്ട് നാളെ വീണ്ടും അവർ അവിടെ റഡാർ പരിശോധന നടത്തും. അതായത് പുഴയിലിറക്കിയുള്ള റഡാർ എന്ന് പറയുമ്പോൾ സോണാർ പരിശോധന ആയിരിക്കും ഉണ്ടാവുക. നേവിയുടെ നേതൃത്വത്തിൽ രാവിലെ ആദ്യഘട്ടത്തിൽ അത്തരമൊരു പരിശോധന നടക്കും. കൃത്യമായി ലോറിയുടെ ഒരു സാന്നിധ്യം കണ്ടെത്താൻ കഴിഞ്ഞാൽ നിലവിൽ ഇപ്പോൾ അടിയൊഴുക്ക് കുറഞ്ഞ സാഹചര്യത്തിൽ അവർക്ക് 2ാം ഘട്ടം എന്നോണം പുഴയിലിറങ്ങി ഡൈവ് ചെയ്തുകൊണ്ട് ആ തെരച്ചിൽ നടപടിയിലേക്ക് കടക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയാണ് നിലവിൽ നേവി ഇപ്പോൾ ഈ യോഗത്തിൽ പങ്കുവച്ചിട്ടുള്ളത്. അതാണ് നിലവിൽ ഇപ്പോൾ ഈ തിരച്ചിലുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്ലാൻ എന്ന് പറയുന്നത്. ആദ്യഘട്ടത്തിൽ എന്തായാലും പുഴയിലിറങ്ങിയുള്ള തെരച്ചിൽ ഉണ്ടാവില്ല, റഡാർ പരിശോധനയായിരിക്കും ഉണ്ടാവുക. റഡാർ പരിശോധനയ്ക്ക് ശേഷം കൃത്യമായ ലോറിയുടെ ഒരു സ്ഥാനം മാർക്ക് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും അവർ പുഴയിൽ ഇറങ്ങി. അതിനിടയിൽ നമ്മുടെ വലിയ പ്രതീക്ഷയായിരുന്നു ഈശ്വർ മാൽപയുടെ സാന്നിധ്യം അവിടെ. നേരത്തെ സന്നദ്ധത അറിയിച്ചതുമാണ് അദ്ദേഹം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വാർത്തകളുണ്ടോ? പ്രജിൻ, നിലവിൽ ഇപ്പോൾ ഔദ്യോഗികമായി തന്നെ നേവി തന്നെ ഈ തെരച്ചിലിന് നേതൃത്വം നൽകും എന്ന് തന്നെയാണ് നമുക്ക് ജില്ലാ ഭരണകൂടത്തിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഈശ്വർ മാൽപെ ഉൾപ്പെടെയുള്ളവരുടെ മുങ്ങൽ വിദഗ്ധരുടെ സഹായം നേരത്തെ തേടിയിരുന്നു. പക്ഷേ നിലവിൽ ഇപ്പം എന്തായാലും നാളെ നേവിയുടെ നേതൃത്വത്തിലായിരിക്കും തെരച്ചിൽ നടത്തുക എന്ന വിവരമാണ് നമുക്ക് ജില്ലാ ഭരണകൂടത്തിൽ നിന്ന് ഔദ്യോഗികമായി ലഭിക്കുന്നത്. നിലവിൽ കാർവാറിൽ ചേർന്നിട്ടുള്ള യോഗത്തിലും ഇതിന്റെ ദൗത്യം അതിന്റെ നേതൃത്വം നൽകുക നേവി തന്നെയായിരിക്കും എന്ന് തന്നെയാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രാവിലെ തന്നെ അതിന്റെ നടപടികൾ ആരംഭിക്കും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കാർവാർ നമുക്കറിയാം ഷിരൂരിൽ നിന്ന് ഏറെ അകലെയല്ലാത്ത സ്ഥലത്താണ് ഇവരുടെ നാവികസേന ബേസ് പോയിന്റ് ഉള്ളത്. അവിടെ നിന്ന് രാവിലെ തന്നെ സംഘം ഈ ഷിരൂരിലേക്ക് എത്തും. അതിനുശേഷം ശരി, എന്തായാലും അപ്പോൾ ആ വിഷയത്തിൽ ഒരു പുതിയ പ്രതീക്ഷയാണ് ഇപ്പോൾ ഉള്ളത്. നാളെ തന്നെ തെരച്ചിൽ പുനരാരംഭിക്കുന്നു എന്ന തീരുമാനത്തിലേക്ക് വരുന്നു. ഇന്നിപ്പോൾ നേരത്തെ DK ശിവകുമാർ അടക്കം അതിലൊരു പോസിറ്റീവായിട്ടുള്ള ഒരു മറുപടി ഉണ്ടാകും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് നേരത്തെ അറിയിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അത് ആ തീരുമാനമായി ഇപ്പോഴാണ് അത് ആ യോഗത്തിന് ശേഷം പുറത്തു വന്നത്. ഇനി തിരുവനന്തപുരത്ത് നിന്ന് ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്കാണ്. കാട്ടാക്കടയിൽ CPIMന്റെ പാർട്ടി ഓഫീസിന് നേരെ ആക്രമണം. ഇരുചക്ര വാഹനങ്ങളിലെത്തിയ 20ഓളം പേരാണ് ആക്രമണം നടത്തിയത്. 4 പേരെ കാട്ടാക്കട പോലീസ് പിടികൂടിയിട്ടുണ്ട്. SDPI പ്രവർത്തകരാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് CPIMന്റെ ആരോപണം. ഹരികൃഷ്ണൻ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്നും കൂടുതൽ വിവരങ്ങളുമായി. ഹരി, ഇത് എപ്പോഴാണ് ഈ ആക്രമണം നടന്നത്? എന്താണ് ഇത്തരത്തിൽ CPM SDPI സംഘർഷമോ അല്ലെങ്കിൽ തർക്കമോ ഒക്കെ നിലനിൽക്കുന്ന മേഖലയാണോ അത്? പ്രജിൻ, രാത്രി 9:30 കൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഈ കാട്ടാക്കട CPMന്റെ ഓഫീസിൽ ഈ പാർട്ടി പ്രവർത്തകർ ഇരിക്കുന്ന സമയത്താണ് ഇത്തരത്തിലൊരു അക്രമം ഉണ്ടായത്. ഇരുചക്ര വാഹനങ്ങളിലെത്തിയ ഏതാണ്ട് 20ഓളം പേരാണ് ഈ പാർട്ടി ഓഫീസിലേക്ക് എത്തി അക്രമം നടത്തിയത്. വിവിധ ഈ ക്യാരംസ് കളി മറ്റ് പാർട്ടി യോഗങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ടായിരുന്നു. ഒരു പാർട്ടി പ്രവർത്തകരൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ യാതൊരു പ്രകോപനവും കൂടാതെ വടിവാൾ ഉൾപ്പെടെയുള്ള മാരകായുധങ്ങൾ കൊണ്ട് ഇവരെ ആക്രമിക്കുകയായിരുന്നു എന്നുള്ളതാണ് CPMന്റെ പ്രധാനപ്പെട്ട ഒരു പരാതി എന്ന് പറയുന്നത്. ഈ SDPI പ്രവർത്തകരാണ് ഇതിന് പിന്നിലെന്നുള്ളതാണ് CPMന്റെ ആരോപണം. ഏതായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് 4 പേരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്.
ഈ 4 പാർട്ടി പ്രവർത്തകർക്ക് നിസ്സാരമായി പരിക്കേറ്റിട്ടുമുണ്ട്. ഏതായാലും പോലീസ് നൽകുന്ന ഒരു പ്രധാനപ്പെട്ട സൂചന, കഴിഞ്ഞ ദിവസം ഈ ടർഫിൽ വെച്ച് 2 സംഘങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടിയിരുന്നു. ഇതിന്റെ പ്രതികാരം എന്നോണം, വൈരാഗ്യം എന്നോണമാണ് ഇന്നത്തെ ഈ സംഭവം എന്നുള്ളതാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന ആദ്യ സൂചന എന്ന് പറയുന്നത്. ഇതിന് മറ്റ് രാഷ്ട്രീയ കാരണങ്ങളോ മറ്റു കാരണങ്ങളോ ഉണ്ടോ എന്നുള്ളതിൽ പോലീസ് അന്വേഷിച്ചു വരുന്നതേ ഉള്ളൂ. യെസ്, കാട്ടാക്കടയിലാണ് CPM ഓഫീസിന് ഒരു ആക്രമണം ഉണ്ടായത്. SDPI പ്രവർത്തകരാണ് എന്നാണ് CPMന്റെ ആരോപണം. തൊടുപുഴ നഗരസഭയിൽ മുസ്ലിം ലീഗിന്റെ പിന്തുണയോടെ ഭരണം നിലനിർത്തി LDF. CPIMലെ സബീന ബിഞ്ചു നഗരസഭ അധ്യക്ഷയായി. ചെയർമാൻ സ്ഥാനാർത്ഥിയെ ചൊല്ലി കോൺഗ്രസ് ലീഗ് പ്രവർത്തകർ തമ്മിൽ സംഘർഷമുണ്ടായി. അതിന് പിന്നാലെയാണ് ഈ നാടകീയ സംഭവങ്ങൾ അവിടെ ഉണ്ടായത്. UDF വിമതനായി ജയിച്ച് LDF പിന്തുണയോടെ ചെയർമാനായ സനീഷ് ജോർജ് കൈക്കൂലി കേസിൽ രാജിവെച്ചതോടെയാണ് തൊടുപുഴ നഗരസഭയിൽ തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയത്. ചെയർമാൻ സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ UDFൽ തീരുമാനമാകാതെ വന്നതോടെ കോൺഗ്രസും ലീഗും വെവ്വേറെ സ്ഥാനാർത്ഥികളെ നിർത്തി. ആദ്യ റൗണ്ടിൽ ലീഗ് സ്ഥാനാർത്ഥി MA കരീമിന് 6 വോട്ടുകൾ മാത്രമാണ് നേടാൻ കഴിഞ്ഞത്. ഇതോടെ കോൺഗ്രസ് ലീഗ് പ്രവർത്തകർ തമ്മിൽ പരസ്യമായി വെല്ലുവിളിയും ഉന്തും തള്ളുമായി. മൂന്നാം റൗണ്ടിൽ 5 ലീഗ് അംഗങ്ങൾ LDFന് വോട്ട് ചെയ്തതോടെയാണ് സബീന ബിഞ്ചു 14 വോട്ടുകൾ നേടി നഗരസഭ അധ്യക്ഷയായത്. മുന്നണി മര്യാദ ലംഘിച്ചവർ ചെയ്തത് ചതിയൻ ചന്തുവിന്റെ പണിയെന്ന് DCC പ്രസിഡന്റ് CP മാത്യു. UDFന് വേണ്ടി വോട്ട് വാങ്ങിച്ചവർ ക്രോസ് ചെയ്ത് മാർക്സിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്ത ചതിയൻ ചന്തുവിന്റെ പണിയാണ് അവർ ചെയ്തിട്ടുള്ളത്. അത് ജനാധിപത്യ കേരളം പൊറുക്കില്ല. തൊടുപുഴ മുനിസിപ്പാലിറ്റി എന്നും ജനാധിപത്യ വിശ്വാസികളുടെ ഈറ്റില്ലമാണ്. അത് അടുത്ത തെരഞ്ഞെടുപ്പിൽ അതിന്റെ ഫലം അവർ അനുഭവിച്ചുകൊള്ളും. മുന്നണി ധാരണകൾ ലംഘിച്ച കോൺഗ്രസുമായി ഇനി സഹകരിക്കില്ലെന്ന് മുസ്ലിം ലീഗ് ജില്ലാ നേതൃത്വം തുറന്നടിച്ചു. ഞങ്ങളിപ്പോ എടുത്ത തീരുമാനം തന്നെ ഇങ്ങനെയാണെങ്കിൽ ഈ UDFന്റെ ജില്ലാ സംവിധാനത്തിൽ തൽക്കാലം മുസ്ലിം ലീഗ് വിട്ടുനിൽക്കാനാണ് തീരുമാനം. ഈ വിവരങ്ങൾ അതാത് സമയത്ത് സ്റ്റേറ്റ് നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ സ്റ്റേറ്റ് നേതൃത്വം ഇടപെടും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഇടപെടും, മുസ്ലിം ലീഗ് നേതൃത്വം ഇടപെടും എന്നുള്ള വസ്തുതയാണ്. ഭൂരിപക്ഷമുണ്ടായിട്ടും നഗരസഭാ ഭരണം നഷ്ടമായതും മുന്നണിയിലെ തർക്കവും UDF ജില്ലാ നേതൃത്വത്തെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. 24 തൊടുപുഴ. യെസ്, ഇനിയിപ്പോൾ നമ്മളൊന്ന് തലസ്ഥാന ജില്ലയിലേക്കൊന്ന് പോകുന്നു. അവിടെ പുതിയ ആശങ്കയായി വന്നിരിക്കുന്നത് ഈ അമീബിക് മസ്തിഷ്ക ജ്വരം അതിങ്ങനെ പടർന്നു പിടിക്കുന്നതാണ്. വലിയ രീതിയിൽ അല്ലെങ്കിൽ കൂടി ചെറിയൊരു ആശങ്ക അവിടെ ഉണ്ട്. എനിക്ക് തോന്നുന്നത് പ്രജനി, അടുത്ത കാലത്താണ് ഈ അമീബിക് മസ്തിഷ്ക ജ്വരം ഇത്രയധികം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഒരുപക്ഷെ ടെസ്റ്റുകൾ കൂട്ടിയതാകാം അതിന് കാരണമെന്ന് കൂടി തോന്നുകയാണ്. ജില്ലയിൽ ഒരാൾക്ക് കൂടി ഇപ്പോൾ രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നു. നാവായിക്കുളം സ്വദേശിനിയായ യുവതിക്കാണ് രോഗബാധ ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. നിലവിൽ 8 പേർ അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ച് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുണ്ട്. ജലാശയങ്ങളിൽ കുളിച്ചവർക്ക് രോഗലക്ഷണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ ചികിത്സ തേടണം എന്ന് ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകിക്കഴിഞ്ഞു. നെയ്യാറ്റിൻകര കണ്ണറവിളയിലും പേരൂർക്കടയിലും രോഗം സ്ഥിരീകരിച്ചതിനു പിന്നാലെയാണ് മറ്റൊരു സ്ഥലത്തുകൂടി അമീബിക് മസ്തിഷ്ക ജ്വരം കണ്ടെത്തുന്നത്. നാവായിക്കുളം സ്വദേശി 24 വയസ്സുള്ള യുവതിക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. കേരളത്തിൽ ആദ്യമായിട്ടാണ് ഒരു സ്ത്രീക്ക് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിക്കുന്നതെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. രോഗലക്ഷണങ്ങളോടെ ആശുപത്രിയിലെത്തിയ ഇവർക്ക് മറ്റു ഗുരുതരമായ പ്രശ്നങ്ങളില്ല. ഇന്നലെ വൈകിട്ടാണ് ഇവരുടെ സ്രവ പരിശോധനാ ഫലം ലഭിച്ചത്. വീടിനു സമീപത്തെ തോട്ടിൽ കുളിച്ചതായി യുവതി ആരോഗ്യപ്രവർത്തകരോട് പറഞ്ഞു. യുവതി ഉൾപ്പെടെ 8 പേർ രോഗം സ്ഥിരീകരിച്ച് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുണ്ട്. ഇതിൽ 6 പേർ കണ്ണറവിള സ്വദേശികളും ഒരാൾ പേരൂർക്കട സ്വദേശിയുമാണ്. കാവിൻകുളത്തിലെ കുളത്തിൽ കുളിച്ചവർക്കാണ് കണ്ണറവിളയിൽ രോഗം സ്ഥിരീകരിച്ചതെന്ന് ആരോഗ്യവകുപ്പ് വിലയിരുത്തുന്നുണ്ടെങ്കിലും പേരൂർക്കടയിലെ രോഗ ഉറവിടം സംബന്ധിച്ച് വകുപ്പിന് വ്യക്തതയില്ല. 24 തിരുവനന്തപുരം. ജലാശയങ്ങളിൽ കുളിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ വെള്ളം കാണുമ്പോൾ നമുക്കൊരു ആവേശം ഉണ്ടാകുമ്പോൾ അതൊക്കെ ഇറങ്ങി ഒന്ന് കളിക്കാമെന്നൊക്കെ. പക്ഷേ ഇത്തരം ഒരു വലിയ ഭീഷണി ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ എന്താണെങ്കിലും സൂക്ഷിക്കുക തന്നെ വേണം. യെസ്, അടുത്ത റിപ്പോർട്ടിലേക്ക് പോവാണ്. കുറേ നാളുകളായിട്ട് അല്ലെങ്കിൽ ഈ വയനാട്ടിലെ ദുരന്തം വന്നതിന് ശേഷം അല്ലെങ്കിൽ ഷിരൂരിൽ തന്നെ അതിനുശേഷം നമ്മൾ കാണുന്നതാണ്, കേൾക്കുന്നതാണ് ഈ മുല്ലപ്പെരിയാർ ഡാമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരുപാട് ചോദ്യങ്ങൾ. അത് നമ്മുടെ പ്രേക്ഷകർ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നിരത്തുന്നുമുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അനാവശ്യ പ്രചാരണങ്ങൾ ഒഴിവാക്കണം എന്നാണ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഇന്ന് ആവശ്യപ്പെട്ടത്. ആശങ്കപ്പെടേണ്ട യാതൊരു സാഹചര്യവും നിലവിലില്ല. അണക്കെട്ടിന്റെ സുരക്ഷ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇടുക്കി കളക്ടറേറ്റിൽ ചേർന്ന യോഗത്തിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. പുതിയ ഡാം വേണമെന്ന് തന്നെയാണ് നിലപാടെന്ന് ജോസ് കെ മാണി വ്യക്തമാക്കി.
മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം വേണമെന്നത് സംസ്ഥാന സർക്കാരിന്റെ പ്രഖ്യാപിത നിലപാടാണ്. എന്നാൽ അണക്കെട്ടുമായി ബന്ധപ്പെട്ട സമൂഹമാധ്യമങ്ങളിൽ നടക്കുന്നത് അനാവശ്യ പ്രചാരണമാണെന്നും മന്ത്രി റോഷി അഗസ്റ്റിൻ. നിലവിൽ ഡാമിന്റെ സുരക്ഷ വിലയിരുത്താൻ കളക്ടറുടെ നേതൃത്വത്തിൽ പ്രത്യേക സമിതിയെ നിയോഗിച്ചുവെന്നും മന്ത്രി. ഇപ്പോഴത്തെ നിലയനുസരിച്ച് ഇത്തരം ആശങ്കകളൊന്നും തന്നെ തോന്നിക്കുന്നില്ല. വിനയപരസ്പരം അപേക്ഷിക്കുന്നു, കൈകൂപ്പി അപേക്ഷിക്കുക കേരളത്തെ ജനങ്ങൾക്ക് വേണ്ടി. ഇത്തരം കാര്യങ്ങളല്ല നമുക്ക് ആവശ്യം. എല്ലാ മീഡിയയും അത് ശ്രദ്ധിക്കണം. ആവശ്യമുള്ള ഏത് കാര്യങ്ങളോടും നമുക്ക് യോജിക്കാം. മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം ഉണ്ടാകണം. ഇത് തന്നെയാണ് സംസ്ഥാന സർക്കാരിന്റെയും തീരുമാനം. ഡാമിലെ ജലനിരപ്പ് ഉൾപ്പെടെ ദിവസേന പരിശോധിക്കുന്നുണ്ട്. ഡാം തുറക്കേണ്ടി വന്നാൽ മതിയായ മുൻകരുതലുകൾ സ്വീകരിക്കും. ഇടുക്കി കളക്ടറേറ്റിൽ മന്ത്രി റോഷി അഗസ്റ്റിന്റെ അധ്യക്ഷതയിൽ ചേർന്ന അവലോകന യോഗത്തിലാണ് തീരുമാനം. മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം വേണമെന്നും ഗൌരവത്തോടെ എടുക്കേണ്ട വിഷയമാണെന്നും ജോസ് കെ മാണി. വ്യക്തമായ നിലപാട് കേരള സംസ്ഥാനത്തിന്റെ പുതിയ ഡാം വേണം എന്ന് തന്നെയാണ്. അവിടെ വെച്ചിരിക്കുന്ന മുദ്രാവാക്യം മറ്റൊന്നുമല്ല, വെള്ളം തമിഴ്നാടിന്, സുരക്ഷിത അത് കേരളത്തിലെ ജനങ്ങൾക്ക്, ആ മേഖലയിലുള്ള ജനങ്ങൾക്ക്. ഇതുമായി ബന്ധപ്പെട്ട് കോടതിയിൽ ഇത് കൊടുത്തിരിക്കുകയാണ്. 24 ഇടുക്കി. മഴക്കാലത്ത് എല്ലാ മഴക്കാലത്തും നമ്മൾ മലയാളികൾക്കുള്ള ആശങ്കയാണ് ഇടുക്കി ഡാമിനെ സംബന്ധിച്ചുള്ളത്. അത് തീർച്ചയായും പ്രത്യേകിച്ച് ഈ മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലിനും ഒക്കെ ശേഷം അല്പം കൂടിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ അതിലിപ്പോൾ സുപ്രീം കോടതിയുടെ പരിഗണനയിൽ കൂടി ഇരിക്കുകയാണ്. അനുകൂലമായൊരു നിലപാട് ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയാണ് നമ്മൾ എല്ലാവരും പുലർത്തുന്നത്. ഒരുപക്ഷെ ജനങ്ങളുടെയൊക്കെ ഈ ആശങ്കയും ചോദ്യങ്ങളും ഉയർന്നുവരുന്ന പശ്ചാത്തലത്തിൽ കൂടിയായിരിക്കാം ഇങ്ങനൊരു യോഗം, വിദഗ്ധ സമിതി യോഗം ചേർന്നത്. അപ്പോൾ അതിൽ ഇപ്പോൾ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നൊരു വിലയിരുത്തലാണ് പൊതുവെ ഉണ്ടായിരിക്കുന്നത്. അതാണ് ഇപ്പോൾ മന്ത്രി തന്നെ അറിയിച്ചിരിക്കുന്നത്. ഒരിടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് വീണ്ടും മഴ ശക്തമാവുകയാണ്. വരും ദിവസങ്ങളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. പത്തനംതിട്ട, ഇടുക്കി, മലപ്പുറം ജില്ലകളിൽ നാളെ ഓറഞ്ച് അലർട്ടാണ്. കനത്ത മഴയിൽ സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിൽ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. അടുത്ത 5 ദിവസങ്ങളിൽ സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നത്. തെക്കൻ കേരളത്തിലും വടക്കൻ കേരളത്തിലും മഴ ശക്തി പ്രാപിക്കും. ഇടുക്കിയിലും മലപ്പുറത്തും പത്തനംതിട്ടയിലുമാണ് ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. നാളെ പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിലും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. വയനാട് ഉൾപ്പെടെ 10 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, തൃശൂർ, പാലക്കാട്, കോഴിക്കോട്, കണ്ണൂർ എന്നീ ജില്ലകളിലാണ് യെല്ലോ അലർട്ടുള്ളത്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ട്. മണിക്കൂറിൽ 35 കിലോമീറ്റർ മുതൽ 55 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിനും ഇടിയോടുകൂടിയ മഴയ്ക്കും സാധ്യത. പ്രതികൂല കാലാവസ്ഥയായതിനാൽ തെക്കൻ കേരള തീരത്തും ലക്ഷദ്വീപ് തീരത്തും വെള്ളിയാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. തീരദേശവാസികൾ ജാഗ്രത പാലിക്കണം. മഴവെള്ളപ്പാച്ചിലും മണ്ണിടിച്ചിലും മുന്നിൽ കണ്ട് അധികൃതരുടെ നിർദ്ദേശപ്രകാരം മാറി താമസിക്കണമെന്നും ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. തിരുവനന്തപുരം ജില്ലയുടെ മലയോര മേഖലയിൽ പെയ്ത മഴയിൽ നാശനഷ്ടങ്ങൾ സംഭവിച്ചു. വെള്ളറട പനച്ചമൂട് സർവീസ് സഹകരണ ബാങ്കിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന റേഷൻ കടയിൽ വെള്ളം കയറി റേഷനരി ഉപയോഗശൂന്യമായി. മറ്റ് ഭക്ഷ്യസാധനങ്ങൾക്കും കേടുപാടുണ്ടായി. വിളപ്പിൽശാലയിൽ ശക്തമായ കാറ്റിലും മഴയിലും മരം വീണ് കാർ തകർന്നു. EMS അക്കാദമിയിൽ പാർക്ക് ചെയ്തിരുന്ന കാറിന് മുകളിലേക്ക് മരം വീഴുകയായിരുന്നു. അപകട സമയം കാറിൽ ആളില്ലാതിരുന്നതിനാൽ വൻ അപകടം ഒഴിവായി. പത്തനംതിട്ട ജില്ലയുടെ മലയോര മേഖലയിലും പമ്പാവാലി, മുക്കൂട്ടുതറ എന്നിവിടങ്ങളിലും കനത്ത മഴയാണ്. 24 തിരുവനന്തപുരം. അപ്പോൾ നല്ല മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട് എന്നാണ് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഓറഞ്ച് അലർട്ടും യെല്ലോ അലർട്ടും ഒക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് പ്രേക്ഷകർ പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ. അപ്പോൾ നമ്മുടെ കമൻറ്റ് ബോക്സിലേക്ക് വളരെ പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ ഒരുപാട് പേർ പ്രേക്ഷകർ കമൻറ്റ് ചെയ്യുന്നുണ്ട്. നേരത്തെ തന്നെ നമ്മുടെ സ്ഥിരം പ്രേക്ഷകർ പറയുന്നു, നമ്മളെയൊക്കെ മറന്നുപോയോ, നമ്മളൊന്നും ആരും മൈൻഡ് ചെയ്യുന്നില്ല എന്നൊക്കെ പറയുന്നു. അങ്ങനെ പറയരുത്. കമൻറ്റുകളൊക്കെ വായിക്കാൻ കൃത്യമായൊരു സമയം നമുക്കുണ്ടല്ലോ. അത് പ്രേക്ഷകർക്ക് അറിയുന്നതുമാണ്. നമ്മൾ വാർത്തകൾ, പ്രധാനപ്പെട്ട വാർത്തകൾ പറയുന്നു, അതിന് പിന്നാലെ കമൻറ്റുകളിലേക്ക് വരുന്നു, നിങ്ങളുടെ വിശേഷങ്ങൾ കേൾക്കുന്നു. ഇതൊക്കെയാണ് നമ്മുടെ ഒരു രീതി. അത് ഒരുപക്ഷെ കുറേ നാളുകൾക്ക് ശേഷം വന്നുകൊണ്ടാകാം അത് മറന്നുപോയത്. അപ്പോൾ അതിൽ ഹാമിന ഉണ്ട്, അതുപോലെ നമ്മുടെ മിനി ബാബു, എല്ലാവരും ഉണ്ട്. അതെ, ആംബ്രോ, തോമസ്, പ്രിയ, വിജയൻ, NSPES ഗെയിമിംഗ്, ഷാജു, മിനി ബാബു, സിയു, ഷഫീർ, ബ്രോഡ് വേൾഡ്, ക്വീൻ ഗേൾ, അങ്ങനെ ഒരുപാട് പ്രേക്ഷകരുടെ കമന്റ്സ് വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ കമന്റ്സിലേക്കൊക്കെ വളരെ പെട്ടെന്ന് വരാം. അതിന് മുൻപ് നമുക്ക് പ്രേക്ഷകരുടെ അടുത്ത് പറയാനുള്ള ഒരു കാര്യം വളരെ പെട്ടെന്ന് പറയാം. അങ്ങനെ ഒരു ഇടവേള സമയമാകുന്നുണ്ട്. പ്രൊഡ്യൂസർ പറയുന്നുണ്ട്, ആ സ്ക്രീനിലേക്ക് നോക്കുക, ഒരു QR കോഡ് വരുന്നു. ഇതാണ് പ്രേക്ഷകർക്ക് നമ്മളെ വിളിക്കാനുള്ള QR കോഡ്. ഇത് പെട്ടെന്ന് സ്കാൻ ചെയ്ത് നിങ്ങൾക്ക് വീഡിയോ ആപ്പ് വഴി, അതായത് സൂം ആപ്പ് വഴി വീഡിയോ കോൾ ചെയ്തുകൊണ്ട് നമ്മുടെ സ്ക്രീനിലെത്താം. നേരിട്ട് കണ്ട് നിങ്ങളുടെ വിശേഷങ്ങൾ അറിയാം. ഇപ്പോൾ ഈ
പോലീസ് കോഡ് സ്കാൻ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ നേരെ നമ്മുടെ ഫേസ്ബുക്കിലേക്കും 24-ന്റെ ഇൻസ്റ്റഗ്രാം പേജിലേക്കും പോകും. അവിടെ ഈ QR കോഡ് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ തന്നെ പോയി കഴിഞ്ഞാൽ സ്കാൻ ചെയ്യാൻ പറ്റും. അപ്പോൾ വൈകാതെ വിളിക്കുക, നിങ്ങൾക്കായി കാത്തിരിക്കുന്നു ഇവിടെ. എല്ലാ പ്രേക്ഷകർക്കും വീണ്ടും സ്വാഗതം. പ്രജൻ, വളരെ പെട്ടെന്ന് നമ്മുടെ പ്രേക്ഷകരുടെ കമന്റ്സിലൂടെ പോയി കഴിഞ്ഞാൽ ഇവിടെ സ്ഥിരം പ്രേക്ഷകരുണ്ട്. അപ്പോൾ അവർ തമ്മിലൊരു ചാറ്റൊക്കെ നടക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഈ ജലാശയങ്ങളിൽ ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഷെഫീർ പറയുന്നു, പ്രവിധ അസുഖങ്ങളെ പേടിച്ച് കുളി തന്നെ നിർത്തിയാലോ എന്നാണ് ആലോചന. അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞില്ല കേട്ടോ, ചതിക്കല്ലേ. അപ്പം നമ്മുടെ പ്രോഗ്രാം വീണ്ടും തുടങ്ങിയതിൽ സന്തോഷം പങ്കുവെക്കുന്നുണ്ട് ചിലരൊക്കെ. പൊടിമോൻ ചക്കാലയിൽ പറയുന്നുണ്ട്, പ്രസിഡന്റ് പ്രവിധ വളരെ നല്ല കാര്യം, പഴയ ട്രാക്കിൽ ഈ പ്രോഗ്രാം വന്നതിൽ ഈ പ്രോഗ്രാം വേദനയിൽ ഇരിക്കുന്നവർക്കൊരു സാന്ത്വനമാകട്ടെ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പ്രേക്ഷകരുടെ കമന്റ്സ് നമ്മളത് ഇനി വായിക്കാം. അതിന് മുന്നേ ഒരു റിപ്പോർട്ടിലേക്ക് പോകാം. ഒരു പോസിറ്റീവ് വാർത്തകളിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് തയ്യൽ മെഷീൻ വേണമെന്ന ചൂരൽമല സ്വദേശി രമ്യയുടെ വാക്കുകൾ ഏറ്റെടുത്ത് സുമനസ്സുകൾ. 24 വാർത്ത നൽകിയതിന് പിന്നാലെ തയ്യൽ മെഷീൻ ഉടൻ നൽകാം എന്നറിയിച്ച് നിരവധി ഫോൺ കോളുകളാണ് രമ്യയ്ക്ക് ലഭിച്ചത്. ഇവിടുത്തെ HM സാറ് ഞങ്ങളോട് പറഞ്ഞാൽ ഇവിടെ സ്കൂളിൽ മെഷീൻ ഉണ്ട്, അപ്പോൾ അത് നിങ്ങൾക്ക് പറ്റുമോയെന്ന് അറിയില്ല, നിങ്ങൾ ഒന്ന് എടുത്ത് തയ്ച്ച് നോക്കാം. ഒക്കെ തുരുമ്പ് പിടിച്ചിട്ടുണ്ട്. പക്ഷേ എന്ന് പറഞ്ഞാൽ നമുക്ക് കാലിന് ഭയങ്കര സ്ട്രെയിൻ. അതെന്താണെന്ന് വെച്ചാൽ ഭയങ്കര ഉറപ്പാണ് മെഷീൻ. അത് കുറച്ച് ഓടും, പിന്നെ സ്റ്റെക്കാവും, പിന്നെ നൂല് പൊട്ടുക, ബോബിൻ്റെ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് കുറേ ബുദ്ധിമുട്ടി. ക്യാമ്പിൽ കഴിയുന്നവരെ സഹായിക്കാൻ മനസ്സുണ്ടായിട്ടും ഇപ്പോൾ നേരിടുന്ന പ്രതിസന്ധികൾ 24-ലൂടെ രമ്യ പറഞ്ഞു. കേരളം കേട്ടു, ഉടൻ സഹായ പ്രവാഹം. ഒരെണ്ണം ഞങ്ങളിവിടെ അമ്മ യൂസ് ചെയ്യുന്നതുണ്ടായിരുന്നു, അത് മോട്ടർ ഉള്ളതാ, വർക്കിംഗ് ഒക്കെ നല്ല വർക്കിംഗ്. അപ്പൊ അതിന്റെ കൂട്ടത്തിലുള്ള പുതിയതും കൂടെ മേടിച്ചു തരാന്നുള്ള ഒരു അഭിപ്രായത്തിലാണ് ഞങ്ങൾ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ആയിക്കോട്ടെ. മെറിറ്റ് മതി, മെറിറ്റിന്റെ 2 ഹൈ സ്പീഡ് മെഷീൻ. 24-നോടാണ് ഞങ്ങൾക്ക് കടപ്പാട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ 2 മെഷീനിലാണ് ഞങ്ങൾ ആദ്യം തുടങ്ങിയത്. ഇപ്പോൾ എല്ലാവരും വിളിക്കുന്നുണ്ട്, ഞങ്ങളെ സഹായിക്കാൻ തയ്യാറാവുന്നുണ്ടെന്ന് പറയുമ്പോൾ വലിയ സന്തോഷം. അതിന് പ്രത്യേകം നന്ദി. ഒരു 3 ടീം ഞങ്ങളുണ്ട്, അതിലേക്ക് കൂടുതൽ ആളുകൾ ഉൾപ്പെടുത്തിയിട്ട് ഒരു യൂണിറ്റ് പോലെ ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. അപ്പോൾ ആരെങ്കിലും ഞങ്ങളോട് അതിനുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് അങ്ങനെയുള്ള വർക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്യാൻ തയ്യാറുണ്ടെങ്കിൽ ഞങ്ങൾക്ക് സന്തോഷം. ക്യാമ്പിൽ കഴിയുന്നവർക്ക് പല ഭാഗങ്ങളിൽ നിന്നായി നിരവധി വസ്ത്രങ്ങളാണ് സഹായമായി എത്തുന്നത്. അത് ഷെയ്പ്പ് ചെയ്ത് നൽകുകയാണ് ഇവർ. നിങ്ങൾക്കൊപ്പം ഞങ്ങളെല്ലാം ഉണ്ടെന്ന ഉറപ്പ് ചെറുതല്ലാത്ത ആശ്വാസമാണിവിടെ. വിപിൻ സി വിജയൻ, 24 വയനാട്. അപ്പോൾ നന്മ പറ്റാത്ത ഒരുപാട് പേരുണ്ട് എന്നതിൻ്റെ തെളിവുകളാണ് ഇതൊക്കെ. അങ്ങനെ ഒരുപാട് കഥകളുണ്ട്. എത്ര ആവശ്യമുണ്ടെങ്കിലും അറിയിച്ചുള്ളൂ, അത് തരാൻ തയ്യാറാണെന്ന് പറയുന്ന ഒരുപാട് പേർ നമുക്കിടയിൽ തന്നെയുണ്ട്. അവരാണ് വയനാടിനെ അല്ലെങ്കിൽ മുണ്ടക്കയിലെ ആ ദുരന്ത ബാധിതരെയൊക്കെ ഇനി കൈപിടിച്ച് മുന്നോട്ട് നടത്താൻ പോകുന്നത്. ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്ക് പോകാം. കോതമംഗലം പുന്നേക്കാട് റോഡിന് സമീപം കാട്ടാന ഇറങ്ങി. പുന്നേക്കാട് തട്ടേക്കാട് റോഡിന് സമീപത്താണ് കാട്ടാന നിലയുറപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് പ്രദേശത്ത് കാട്ടാന ആക്രമണത്തിൽ ഒരാൾക്ക് പരുക്കേറ്റത്. യെസ്, ആ ദൃശ്യങ്ങൾ ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാം. ഇതാണ് ഒരു കൊമ്പനാണെന്ന് തോന്നുന്നു അല്ലേ. അപ്പോൾ റോഡിന് സൈഡിലാണ്, ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ട് ആ മേഖലയിൽ. ഇപ്പോഴും അത് അവിടെ തന്നെ നിലയുറപ്പിച്ചിട്ടുണ്ട് എന്നാണ് എബിൻ ജോസ് അവിടെ നിന്ന് നൽകുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ. തട്ടേക്കാട് പുന്നേക്കാട് റോഡിന് സമീപത്താണ് നിങ്ങളിപ്പോൾ കാണുന്ന ഈ ദൃശ്യം അത് പകർത്തിയത്. അവിടെ ആന ഇപ്പോഴും നിലയുറപ്പിച്ചിട്ടുണ്ട്. അതിൽ ചെറിയൊരു ആശങ്കയുള്ളത് കഴിഞ്ഞ 2 ദിവസം മുൻപാണ് ഈ പ്രദേശത്ത് കാട്ടാന ആക്രമണത്തിൽ ഒരാൾക്ക് പരിക്കേറ്റ സാഹചര്യം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ചെറിയ ഭീതി ആ മേഖലയിൽ ആകെ ഉണ്ട്. ഒരുപക്ഷെ വനംവകുപ്പ് അധികൃതർ അല്പസമയത്തിന് തന്നെ അവിടെ എത്തി ഈ കാട്ടാനയെ തുരത്താനുള്ള നടപടികൾ ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷ. നാട്ടുകാരുണ്ട്, അവർ ടോർച്ചൊക്കെ തെളിയിച്ച് ആനയെ തുരത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നുമുണ്ട്. അവിടെ അത് ദൃശ്യങ്ങളിൽ വ്യക്തവുമാണ്. നമുക്ക് മറ്റു റിപ്പോർട്ടുകൾ നോക്കാം. ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഈ ദിവസം പറയാൻ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അതെ, ഇന്ന് അന്താരാഷ്ട്ര യുവജന ദിനമാണ്. വയനാട്ടിലെ ദുരന്ത ഭൂമിയിൽ ജീവൻ പണയം വെച്ചും രക്ഷാപ്രവർത്തനം നടത്തുന്ന യുവാക്കളെ ഓർക്കാതെ ഈ ദിനം കടന്നു പോകാൻ പാടില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ റിപ്പോർട്ട് ഇന്നിപ്പോൾ ഈ സമയത്തും ഉൾപ്പെടുത്തിയത്. രാഷ്ട്രീയ വ്യത്യാസങ്ങൾക്ക് അതീതമായി പ്രതിസന്ധി കാലത്ത് കൈകൾ കോർത്തു പിടിക്കുന്ന യുവത സമൂഹത്തിന്റെ പ്രതീക്ഷയാണ്.
ഉരുൾപൊട്ടൽ സർവ്വവും തകർത്തു കളഞ്ഞ മുണ്ടക്കയിൽ നിന്നും ചൂരൽമലയിൽ നിന്നും സൈന്യം മടങ്ങി. തുടർ നടപടികളിലേക്ക് സർക്കാർ കടക്കുന്നു. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ സാന്ത്വനമായി. കാണാതായവരെ തിരയാൻ ഇപ്പോഴും അവരുണ്ട്. കേരളത്തിലെ യുവജനത. ഡിവൈഎഫ്ഐ, AIYF, യൂത്ത് കോൺഗ്രസ്, യൂത്ത് ലീഗ്, യുവമോർച്ച, അങ്ങനെ നിരവധി സംഘടനകൾ. അഗ്നിരക്ഷാസേനയും സൈന്യവും എത്തുന്നതിന് മുൻപ് പല മേഖലകളിലേക്കും ആദ്യം ഓടിയെത്തിയത് ഈ സംഘടനകളുടെ പ്രവർത്തകരാണ്. കുലംകുത്തിയൊഴുകുന്ന പുഴയ്ക്ക് കുറുകെ കെട്ടിയ വടത്തിൽ തൂങ്ങി ഡിവൈഎഫ്ഐക്കാരൻ വെള്ളത്തിലേക്കിറങ്ങിയപ്പോൾ യൂത്ത് കോൺഗ്രസുകാരനും യൂത്ത് ലീഗുകാരനും വടത്തിലെ പിടിമുറുക്കി കരയിൽ കരുത്തായി. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ഭക്ഷണം വിളമ്പിയും സൈന്യത്തിന് വഴികാട്ടിയും മൃതദേഹങ്ങൾ മാറ്റാനുമൊക്കെയായി യുവജന സംഘടനാ പ്രവർത്തകർ ഒരുമയുടെ കേരള മാതൃക തീർത്തു. പുനരധിവാസത്തിന് ചെയ്യാൻ കഴിയുന്നതെല്ലാം അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. വയനാടിന് ദുരിതകാലം താണ്ടാൻ ഇനിയുമേറെ നടക്കേണ്ടതുണ്ട്. ഇപ്പോഴുള്ളതൊന്നും തികയില്ല. അതുകൊണ്ടാണ് ആക്രിപിറുക്കിയും ബിരിയാണി ചലഞ്ച് നടത്തിയും സ്നേഹത്തട്ടുകടകൾ നടത്തിയും ഈ യുവാക്കൾ ഒരു നാടിനെ നെഞ്ചോട് ചേർക്കുന്നത്. റിസർച്ച് ഡെസ്ക് 24. പ്രജന, ഈ റിപ്പോർട്ട് കണ്ടപ്പോൾ ഞാൻ ഓർത്തതേ, നമ്മുടെ പ്രളയകാലത്ത് അതിന് മുൻപേ വരെ ഇപ്പോൾ യുവാക്കളാണെങ്കിൽ കൂടുതൽ ഫോൺ ഹാൻഡിൽ ചെയ്യുന്നത് കുറച്ച് യങ് ജനറേഷനാണല്ലോ. അപ്പോൾ അവരെ വല്ലാണ്ട് ആക്ഷേപിക്കുമായിരുന്നു, ഏത് നേരം ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുകയാണെന്ന്. പക്ഷേ ആ പ്രളയത്തിൻ്റെ സമയത്ത് നമ്മൾ കണ്ടിരുന്നു എത്ര വേഗത്തിലാണ് സഹായമൊക്കെ എത്തിക്കാൻ ഈ ഫോണിലൂടെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ കഴിഞ്ഞതെന്ന്. അതിൻ്റെ മറ്റൊരു ഉദാഹരണമാണ് ഈ വയനാട് ദുരന്തമുണ്ടായ സമയത്ത് ഏത് തരത്തിലാണ് എല്ലാവരും പ്രവർത്തിച്ചത് എന്നുള്ളത്. സഹായമൊക്കെ വളരെ വേഗം എത്തിക്കാൻ സാധിച്ചു. മാത്രമല്ല, കിട്ടേണ്ടതിലധികം സഹായം അവസാനം മുഖ്യമന്ത്രിക്ക് പറയേണ്ടി വന്നു, ഇനി അവിടേക്ക് ഒന്നും വേണ്ട, ആവശ്യത്തിന് സാധനങ്ങൾ എത്തിയെന്ന്. മാത്രമല്ല, നമുക്ക് അവിടെ അത്രയും ദുർഘടം പിടിച്ച ആ മേഖലയിലേക്ക് നേരിട്ട് പോവുകയാണ് ഒരുപാട് പേർ. അതിൽ ഈ പറയുന്നത് പോലെ ഡിവൈഎഫ്ഐ, യൂത്ത് കോൺഗ്രസ്, യുവമോർച്ച, അങ്ങനെ ഒരുപാട് സംഘടനകളുടെ പ്രവർത്തകരെല്ലാം എത്തുന്നു. അങ്ങനെ യുവാക്കളുടെ ഒരു വലിയ നിര അതിപ്പോഴും അവിടെ തുടരുന്നുണ്ട് അവരുടെ പ്രവർത്തനം. അങ്ങനെ എത്തിപ്പെടാൻ പറ്റാത്ത മേഖലയിലേക്ക് പോകും അവരെത്തുന്നു. അങ്ങനെ എന്താ പറയുക, ചേർത്ത് പിടിക്കലിൻ്റെ ഒരു പുതിയ മാതൃകയാണ് നമ്മുടെ യുവാക്കൾ അവിടെ വയനാട്ടിൽ കാഴ്ചവെക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ദിനത്തിൽ അവരെ ഓർക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. മറ്റൊരു കാര്യം പ്രേക്ഷകർ ഓർപ്പിക്കുന്നു. ഉരുൾപൊട്ടൽ തകർന്ന വയനാടിനെ ചേർത്ത് നിർത്താൻ 24 ഫ്ലവേഴ്സും തുടങ്ങിയ പദ്ധതി എൻ്റെ കുടുംബം വയനാടിനൊപ്പം. ആ പദ്ധതിയിലേക്ക് വലിയ സഹായ പ്രവാഹം ഉണ്ടാകുന്നുണ്ട്. ഇന്നലെ ലോഞ്ച് ചെയ്ത 24 കണക്ട് ആപ്ലിക്കേഷൻ വഴിയാണ് പ്രേക്ഷക സഹായം തുടരുന്നത്. ആപ്ലിക്കേഷൻ ഇപ്പോൾ ആപ്പ് സ്റ്റോറിലും ലഭ്യമാണ്. 24 കണക്ട് ആപ്പ് ഇന്നു മുതൽ ആപ്പ് സ്റ്റോറിൽ ലഭ്യമായി തുടങ്ങിയിട്ടുണ്ട്. 24 കണക്റ്റും ഫ്ലവേഴ്സ് ഫാമിലി ചാരിറ്റബിൾ സൊസൈറ്റിയും ചേർന്നാണ് എൻ്റെ കുടുംബം വയനാടിനൊപ്പം പദ്ധതിയിലേക്ക് ആവശ്യമായ പണം സ്വരൂപിക്കുന്നത്. സംഭാവനകൾ സുതാര്യമാക്കുന്നതിനായി ബാങ്കുകൾ നിർദ്ദേശിക്കുന്ന KYC രേഖകളിലൊന്ന് ആപ്പിൽ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട് എന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഇന്ന് തന്നെ പ്രേക്ഷകർക്ക് ഈ 2 സ്റ്റോറിലും, അതായത് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ഇതിപ്പോൾ ലഭ്യമാണ്. ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഈ പദ്ധതിയുടെ ഭാഗമാകാം. അത് സുതാര്യമാണ് എന്ന കാര്യം പ്രത്യേകം പറയേണ്ടത് ഇല്ലല്ലോ. കാരണം KYC ഉണ്ടെങ്കിൽ മാത്രമാണ് അതിൻ്റെ ഭാഗമാകാൻ കഴിയുക. ഒരുപാട് പ്രേക്ഷകർ ചോദിക്കുന്നു എന്താണ് ഇതിൻ്റെ സുതാര്യത എന്നൊക്കെ. ആ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായി എന്താണ് ഈ പദ്ധതി, അതെന്താണ് വിഭാവനം ചെയ്തിരിക്കുന്നത്, എങ്ങനെയാണ്, ഇത്തരം കാര്യങ്ങളെല്ലാം വ്യക്തമാവുകയും ചെയ്യും. അതെ, ഇപ്പം ഇന്നലെ ആൻഡ്രോയിഡിലായിരുന്നു, ഇന്നിപ്പോൾ ആപ്പിൾ ഫോൺ യൂസേഴ്സിനും അത് ലഭ്യമായിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഡൗൺലോഡ് ചെയ്യുക, സാധ്യമായ സഹായം നൽകുക. ഓക്കെ, ആന ഇഷ്ടമാണോ? വലിയ ഇഷ്ടമാണ് അല്ലേ? ആനയെ ഒരു ചുമ്മാ ഇങ്ങനെ കണ്ടിരിക്കുക. ആന, അതുപോലെ ഈ കടൽ തിരമാലകൾ എണ്ണിക്കുന്ന ബീച്ചിലിരിക്കുക, ഇതൊക്കെ നമുക്ക് എത്ര കാലം കഴിഞ്ഞാലും എത്ര തവണ കണ്ടാലും മതി വരില്ല, അല്ലേ? മാത്രമല്ല, ആന വളരെ സ്നേഹമുള്ള ഒരു ജീവിയാണ്, മനുഷ്യനോട് ഇണങ്ങി ജീവിക്കുന്ന ഒരു ജീവി കൂടിയാണ്. കാട്ടാനകളെ മാറ്റി അല്ല, അത് വ്യത്യാസമുണ്ട്. അത് കാട്ടിൽ ജീവിക്കുന്ന ആനയാണ്. പക്ഷേ ഇണങ്ങിയ ആനകൾക്ക് വളരെ സ്നേഹമാണെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ ആനയും നായുമാണ് ഏറ്റവും സ്നേഹമുള്ള മൃഗങ്ങൾ എന്നൊക്കെ പറയാറുണ്ട്. മനുഷ്യർ വേറെ. ഓക്കെ, അപ്പോ എന്താണ് ഈ ആനക്കാര്യം എന്നല്ലേ? ആനയെ പറ്റി അറിയാൻ സ്കൂൾ മുറ്റത്ത് ഒരു ആനയെ തന്നെ എത്തിച്ചാൽ എങ്ങനെ ഇരിക്കും? അടിപൊളിയായിരിക്കും. പൊളിയാണ്. അപ്പോൾ കോഴിക്കോട് കൂട്ടാലിട തൃക്കുറ്റിശ്ശേരി GUP സ്കൂളിലാണ് ഗജദിനത്തിന്റെ ഭാഗമായി ആനയെ തന്നെ എത്തിച്ചത്. അതെ, കുട്ടികൾക്ക് ഇത് എന്തായാലും ഒരു വേറിട്ട അനുഭവമായി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. റിപ്പോർട്ടാണ്.
ഉത്സവപ്പറമ്പിലൊക്കെ ആനയെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത്ര അടുത്ത് ഇതാദ്യം. തൃക്കുറ്റിശ്ശേരി GUP സ്കൂളിലെ കുട്ടികൾ ആകെ ത്രില്ലിലായിരുന്നു. തൊട്ടുമുന്നിലല്ലേ ഒരു കൊമ്പനാന. ആനക്കാഴ്ച ആവോളം അവർ ആസ്വദിച്ചു. ഗജദിനത്തിന്റെ ഭാഗമായാണ് ആനയെ സ്കൂൾ മുറ്റത്തെത്തിച്ചത്. ഗജപരിചയം എന്ന പേരിലാണ് അധ്യാപകർ ഇത്തരമൊരു വേറിട്ട അനുഭവം കുട്ടികൾക്ക് നൽകിയത്. ശരിക്കും വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. കാരണം ഞാൻ ഇതുവരെ ആനയുടെ അടുത്തൊന്നും കണ്ടിട്ടില്ല. ഒരു ഭയങ്കര അനുഭവം തന്നെയാണ്. ഒന്നും പറയാൻ പറ്റുന്നില്ല. കാരണം ഭയങ്കര എക്സൈറ്റഡ് ആണ്. ആനയെ കാണുക മാത്രമല്ല, ആന ഊട്ടും ഇവിടെ നടന്നു. നമ്മുടെ അക്കാദമിക് മാസ്റ്റർ പ്ലാനിൽ ഉൾപ്പെട്ട പ്രവർത്തനമാണ് ആ ഗജപരിചയം. ഈ ഗജപരിചയത്തിന് ഞങ്ങൾ നയിച്ചിട്ടുള്ളത് കുട്ടികൾക്ക് ആനയോടുള്ള താല്പര്യമാണ്. ആനക്കഥകൾ, കവിതകൾ, പദപരിചയം, ആനപരിപാലനം, അങ്ങനെ ആനയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അവർ അനുഭവത്തിലൂടെ പഠിച്ചു. ബാലുശ്ശേരി ഉണ്ണികുളം വേണുഗോപാലൻ നായരുടെ ഗോപാൽ എന്ന കൊമ്പനാനയെയാണ് സ്കൂളിലെത്തിച്ചത്. 24 കോഴിക്കോട്. എന്തായാലും അത് പൊളിയായിരുന്നു. അപ്പം ആ രീതിയിൽ ആനയെ തന്നെ എത്തിച്ച് കുട്ടികൾക്ക് നേരിട്ട് ആനയെക്കുറിച്ച് പഠിക്കാനും മനസ്സിലാക്കാനൊക്കെ പറ്റി. പുലിയും സിംഹമൊക്കെ ആയിരുന്നു എന്ത് ചെയ്യാൻ? പുലിയെ സിംഹത്തെ ഒന്നും ഇങ്ങനെ എത്തിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ നമ്മുടെ പ്രേക്ഷകരുടെ കമന്റ്സിലേക്ക് പോയാൽ ഷാജീബ് ചോദിച്ചിരുന്നു നേരത്തെ, പ്രവിത 24 കണക്റ്റിന്റെ കാര്യം പറയൂ, വയനാടിന് വേണ്ടി സഹായം. അതാണ് നമ്മൾ അല്പസമയം മുൻപ് പറഞ്ഞത്. ഇപ്പോൾ 24 കണക്റ്റിലെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, അതിലേക്ക് നിങ്ങളാൽ കഴിയുന്ന സഹായം നൽകുക. മിനി ബാബു പറയുന്നു, പ്രജിൻ പ്രവിത കമന്റ് വായിക്കണ്ട എന്ന് ഇതിന്റെ പ്രൊഡ്യൂസർ പറഞ്ഞു. പ്രൊഡ്യൂസർ ഒരിക്കലും. മിനി നായർ പറയുന്നുണ്ട്, പ്രജിൻ പ്രവിത, എൻ്റെ അമ്മ ലളിതമ്മയും നിങ്ങളുടെ ബിഗ് ഫാനാണ്. 10:30 ആകുമ്പോൾ വിളി തുടങ്ങും, പ്രജനും പ്രവിതയും വന്നു വായോ എന്ന്. അപ്പൊ അമ്മേ ഒരുപാട് സന്തോഷം കേട്ടോ. സോണി നമ്മളെ മുൻപ് നമ്മളോട് സംസാരിച്ചിട്ടുണ്ട്. സോണി ഇപ്പം പ്രജൻ പ്രവിത എന്തുണ്ട് വിശേഷം എന്ന് ചോദിക്കുന്നുണ്ട്. നമ്മൾ സുഖമായിട്ടിരിക്കുന്നു. ഇപ്പം വാർത്തകളൊക്കെ അറിയുന്നുണ്ടല്ലോ. നമ്മുടെ പ്രൊഡ്യൂസറിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മുടെ PCR പ്രൊഡ്യൂസർ പറയുന്ന ഒരു പ്രേക്ഷകൻ നമ്മോട് നേരിട്ട് സംസാരിക്കാൻ എത്തിയിട്ടുണ്ട്. ബാവ എന്നാണ് പേര്, എറണാകുളംകാരനാണ്. അപ്പോൾ നമുക്ക് വിളിച്ചാലോ? ഹായ് ചേട്ടാ, നമസ്കാരം. ഹലോ, നമസ്കാരം. എവിടുന്നാണ്? കൊച്ചിയിൽ എവിടെയാണ്? പോയോ? ഞാൻ എറണാകുളം കോതമംഗലാണ് മെയിൻ. ആഹാ, സ്ഥലത്തിന്റെ പേര് ക്ലിയർ ആയില്ല. കോതമംഗലം. ബോർഡർ ആണ് ഏതാണ്ട് അല്ലേ? അതെ അതെ, വനത്തോട് ചേർന്ന് നടക്കുന്ന പ്രദേശത്താണോ ചേട്ടന്റെ വീട്? അല്ലല്ല, നമുക്ക് കോതമംഗലംകാരൻ നമ്മുടെ ഡെസ്കിലും ഉണ്ട്. അതെ അതെ. സുഖമായിരിക്കുന്നുണ്ടല്ലോ അല്ലേ? അവിടെ മഴയുണ്ടോ ഇപ്പൊ? സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഓ തീർച്ചയായിട്ടും രണ്ടുപേർക്കും സുഖമാണ്, കുഴപ്പങ്ങളൊന്നുമില്ല, മുന്നോട്ട് പോകുന്നു. ചേട്ടാ അവിടെ മഴയുണ്ടോ? ഞാൻ ഇപ്പൊ ഉള്ളത് സൗദിയിൽ ജിദ്ദയിലാണ്. അത് ശരി ചേട്ടൻ, അത് പറയണ്ടേ? നമ്മളെഴുതി കോതമംഗലത്ത് വിളിക്കുന്നതാണ്. അത് ശരി, ഇപ്പൊ സൗദിയിലാണല്ലേ? അതെ അതെ അതെ, ജിദ്ദയിലുള്ളത്. ഓക്കെ. ചേട്ടാ ജിദ്ദയിൽ എന്ത് ചെയ്യുന്നു? ജിദ്ദയില് വർക്ക് ചെയ്യണ സെയിൽസ്മാൻ ആണ്. കൊറേ ആയോ അവിടെ പോയിട്ട്? സൗദിയിൽ പോയിട്ട് 11 വർഷമായി. നാട്ടിലെ വാർത്തകളൊക്കെ അറിയുന്നുണ്ടല്ലോ അല്ലേ? നമ്മൾ വലിയ ദുരന്തത്തിന്റെ ഒരു ആഘാതത്തിലാണ് ആകെ. നിങ്ങളുടെ ഇതിൽ തന്നെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. രാവിലെയും വൈകുന്നേരം ഇത് തന്നെ പരിപാടി. അതെ അതെ അതെ, വലിയ സഹായം പ്രവാസികളുടെ ഒക്കെ ഭാഗത്ത് ഒരുപാട് വലിയ സഹായം ഈ മേഖലയിലേക്ക് വരുന്നുണ്ടല്ലേ അവിടുന്ന്? തീർച്ചയായിട്ടും. അതെ അതെ. നാടിനെ മിസ് ചെയ്യുമ്പോൾ നാട്ടിലെ വാർത്തകളൊക്കെ അറിയുന്നത് 24ലൂടെയാണ് അല്ലേ? അതെ അതെ അതെ, തീർച്ചയായിട്ടും. നാട്ടിലാരൊക്കെ ഉണ്ട് ചേട്ടാ? നാട്ടില് ഇപ്പൊ ഉള്ളത് ഉമ്മ മാത്രമേ ഉള്ളൂ, പിന്നെ ജ്യേഷ്ഠന്മാര് വേറെ. ശരി, ഇപ്പൊ എത്ര വർഷമായി ഗൾഫിൽ പോയിട്ട്? 11 വർഷം. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഇനി ഇപ്പൊ നാട്ടിലേക്ക് പെട്ടെന്നുണ്ടോ? നാട്ടിൽ ഇനി അടുത്ത വർഷത്തെ പ്ലാനുള്ളൂ. അത് ശരി ശരി. അപ്പൊ തീർച്ചയായിട്ടും ഇനിയും തുടരുക നമ്മുടെ 24 കാണൽ, അത് തുടർന്നുകൊണ്ടേയിരിക്കുക. ഇപ്പൊ നല്ല ചൂടാണ്. അപ്പൊ നമ്മുടെ നാട്ടിലത്തെ മഴയൊക്കെ കാണുമ്പോ നമ്മുടെ നാട്ടിലെ മഴ മിസ് ചെയ്യുന്നുണ്ടോ? ഈ ദുരിതമൊക്കെ കണ്ടു കഴിയുമ്പോ അങ്ങനെ പറയാനും പറ്റില്ല അല്ലേ? തീർച്ചയായിട്ടും ഇവിടെ നല്ല ചൂടല്ല, അപ്പൊ അതുകൊണ്ട് മഴയുടെ വലിയ മിസ്സിംഗ് ഉണ്ട്. അപ്പോ എന്തായാലും വിളിച്ചത് നന്ദി ചേട്ടാ. അപ്പോ ഇനിയും തുടർന്ന് കാണുക നമ്മുടെ ഷോയും മറ്റെല്ലാ ബുള്ളറ്റിലും കാണുക, വേണ്ട നിർദ്ദേശങ്ങളും. അവിടെ എത്തി നോക്കി ആരും ഉണ്ടല്ലോ. അത് മകളാണ്. മകളുടെ പേരെന്താണ്? ഹലോ നൈല. ഹായ്, എത്രാം ക്ലാസ്സിൽ പഠിക്കുന്നു നൈല? 7ാം ക്ലാസ്സില്. നാളെ ക്ലാസ് ഉണ്ടോ? ഇല്ല, ഞങ്ങൾക്ക് അവധിയാ. ഇപ്പൊ വെക്കേഷൻ ആണല്ലേ? ഓക്കേ ഫൈൻ. വേറൊരാളൂടെ ഉണ്ടല്ലോ. എന്താ
കേട്ടില്ല. മോളുടെ പേരെന്താ? നിഹാല. നിഹാല അല്ലേ? നിഹാല. ഓക്കെ, Okay. നല്ല അപ്പോ- പേര്. നൈല, നിഹാല. അതെ. അപ്പൊ ശരി, അപ്പൊ അടിച്ചു പൊളിക്കുക, വെക്കേഷനൊക്കെ തകർക്ക് കേട്ടോ. അടുത്ത വർഷം നാട്ടിൽ വരുമ്പോൾ കാണാം നമുക്ക്. ഓക്കെ, ബൈ. ബാബുചേട്ടനും മക്കളുമാണ് നമ്മോട് സംസാരിച്ചത് ജിദ്ദയിൽ നിന്നും. വെൽക്കം ബാക്ക്. ഗുഡ് നൈറ്റ് വിത്ത് പ്രജിൻ ആൻഡ് പ്രവിത തുടരുകയാണ്. അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോൾ ഒരു കമന്റ് ഇപ്പോൾ വന്നു. മുനീർ എന്ന് പറയുന്ന ഒരു പ്രേക്ഷകൻ എഴുതിയ കമന്റാണ്. ഈ ആപ്പുമായി ബന്ധപ്പെട്ടാണ്. അത് ആപ്പ് ഡൗൺലോഡ് ചെയ്തു, പക്ഷേ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്തതിന് മുമ്പേ OTP ചോദിക്കുന്നുണ്ട്. പക്ഷേ OTP ലഭിക്കുന്നില്ല എന്നൊരു പരാതി പറയുന്നു. അത് ഒന്ന് സ്പാം ഫോൾഡർ കൂടി ഒന്ന് ചെക്ക് ചെയ്യണം. നിങ്ങളുടെ മെയിൽ ID കൊടുത്തു കഴിഞ്ഞാൽ ഈ OTP വരുന്നില്ല എങ്കിൽ സ്പാം ഫോൾഡറിൽ തീർച്ചയായിട്ടും ഉണ്ടാകും. അതുകൂടി ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ OTP ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അങ്ങനെ മുന്നോട്ട് പോകാം. നിരവധി പ്രേക്ഷകർ ചോദിക്കുന്നു പ്രേതകഥയൊന്നും ഇല്ലേ എന്ന്. അപ്പോൾ നമുക്കതങ്ങനെ കഥകൾ ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. അതെ, എന്തായാലും വരും ദിവസങ്ങളിൽ അത് ഉൾപ്പെടുത്താം. ഇപ്പോഴത്തെ സമയം കൃത്യം 11:30 അപ്പോൾ നമ്മുടെ ഇന്നത്തെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. പക്ഷേ കൂടുതൽ വിശേഷങ്ങളായി പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന സെഗ്മെന്റ്സുമായി ഞങ്ങൾ തീർച്ചയായും നാളെ രാത്രി 10:30 എത്തും. അപ്പോൾ എല്ലാ പ്രേക്ഷകർക്കും ഒരു നല്ല രാത്രി നേരുകയാണ്. ഗുഡ് നൈറ്റ്, ബൈ. ശുഭനിദ്ര.